എങ്ങനെ കേട്ടോ ഇങ്ങനെ ഇത്രയും നേരം ഒറ്റയ്ക്ക് മിണ്ടാതിരിക്കാൻ പറ്റുന്നത്? ഞാൻ നേരെ തിരിച്ചാട്ടോ. എനിക്ക് ആരോടും മിണ്ടാതിരിക്കാനൊന്നും പറ്റത്തില്ല. മിണ്ടി കൊന്നുകളയും. ഒരുമാതിരി ആർത്തിയ. അതുകൊണ്ടായിരിക്കും ആ മഞ്ഞുമല ചെന്ന് പെട്ടത്. അവിടെ ആരോടും മിണ്ടാന്. പിന്നെ എൻ്റെ ഈ സ്വഭാവം വെച്ചിട്ട് ആരും എന്നോടൊന്നും സംസാരിക്കാനും നിൽക്കാറില്ല. അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല. ഈ മലകളുടെ ഒരു ജോഗ്രഫി തന്നെ ഒറ്റപ്പെടലിന് ബെസ്റ്റാ അല്ലേ? ചേട്ടനും മലയെന്നല്ലേ? ചേട്ടൻ അറിയായിരിക്കുമല്ലോ അല്ലേ? പിന്നെ ചേട്ടയ്യ പടക്കം പൊട്ടിച്ചെന്നോട് ക്ഷമിക്കണം. ഞാൻ അന്നേരം ഞാൻ എൻ്റെ കാര്യം മാത്രമേ ആലോചിച്ചുള്ളൂ. പക്ഷെ അന്നേരം നമ്മൾ തമ്മിൽ പരിചയമില്ലല്ലോ. പിന്നെ ഈടെയായിട്ട് ഞാൻ അങ്ങനെയാ. ആരോടും സംസാരിക്കുകയും കാണുകയും ചെയ്യാത്തതുകൊണ്ട് ആൾക്കാരോട് എങ്ങനെ പെരുമാറണമെന്നില്ല അറിഞ്ഞൂടാ. മറ്റേ ഡിപ്രഷനുള്ള മരുന്നൊക്കെ എടുക്കുന്നുണ്ട്. ചേട്ടായി പിന്നെ നാട്ടിൽ തന്നെ ഈ ആൾക്കാരുടെയും ബഹളത്തിൻ്റെ ഇടയിലായതുകൊണ്ടൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ലെന്ന്. ഈ ഒറ്റപ്പെടലും ഏകാന്തതയൊക്കെ. പക്ഷെ എന്നാലും ഞാൻ വിടൂല കേട്ടോ. നമ്മൾ ഓടിച്ചിട്ട് പിടിക്കണം. പണിയെടുക്കണം ബ്രോ. പണി ആവശ്യം നമ്മുടെ ആയിപ്പോയില്ലേ? ആവശ്യം ഞാൻ തന്നെ ഈ ബർത്ത്ഡേക്ക് എത്ര പേരെ വിളിച്ചതാ? എന്നിട്ട് ആകപ്പാടെ വന്ന 5 പേരാ. ആരും വിളിക്കാതെ ആൾക്കാർ വരുന്ന ഒറ്റ പരിപാടിയേ ഉള്ളൂ. അതിതാ, മരണം. ഇനി അതാണോ ഒരു സൊല്യൂഷൻ? കൊച്ചനൻ, നീ എന്നൊക്കെ പറയുന്നത്? നല്ലൊരു ദിവസം പിടിച്ചേ. മരണോ? ഹാപ്പി ബർത്ത്ഡേ. എടാ, എന്നാ നിന്റെ പേര്? ജോയ് മോൻ. ആ, ഞാൻ മോനിച്ചൻ. ചാച്ചന കുമളി. ആ, ചേട്ടൻ ഇവിടെ ഫേമസ്. എല്ലാവർക്കും 100 നാവാ ചേട്ടനെ പറ്റി. ഇനിയിപ്പോ അടുത്ത പരിപാടി എന്താണാവോ? ഒന്ന് അടങ്ങ്, വരട്ടെ. എന്നാലും ഇട്ടിച്ചൻ പണി പറ്റിച്ച് കളഞ്ഞല്ലോ കൊച്ചുഞ്ഞെ. ഇട്ടിച്ചന്റെ വിൽപത്രം നീ ഒന്ന് വായിച്ചോ. മൂനിച്ചമ്പ്ര പുറത്തുണ്ടോ? ഇതാരേലും ഒന്ന് വായിക്കുന്നേ. അങ്ങോട്ട് കൊടുക്കും. കൊച്ചുഞ്ഞെ, ഇട്ടിച്ചൻ വിൽപത്രം എഴുതിക്കുക മാത്രമല്ല എന്താ പ്രശ്നം? കാർന്നവരുടെ വിൽപത്രം. അപ്പൊ എന്തായാലും ഒരു അടി കാണും. എന്റെ ഉപ്പുപ്പ് മരിച്ചപ്പോ എന്തൊരു അടി ആയിരുന്നു അറിയാം. പിന്നെ കാനഡയിൽ ഇങ്ങനെ തന്നെ എല്ലാ വീട്ടിലും അടി പൊട്ടും. ഇപ്പൊ ഇവിടെ ഒരു അടി പൊട്ടും. നോക്കോ, എന്നാ കണ്ടിട്ട് പോലെ. പിന്നെ അതിനല്ല നമ്മളിവിടെ. ഇടുക്കി ജില്ലയിലെ പീരുമേട് താലൂക്കിൽ കുമളി വില്ലേജ് താലൂക്കൊക്കെ വിടുമോളെ. സാറാമ്മ വായിക്കട്ടെ. വായിക്കും. എന്റെ കുടുംബസ്വത്തായി ലഭിച്ച് എന്റെ കൈവശമുള്ള 2 ഏക്കർ ഏലത്തോട്ടവും ചേർന്നുള്ള പുരയിടവും എന്റെ കാലശേഷം എന്റെ 2ാമത്തെ മകനായ മോനിച്ചനും 3ാമത്തെ മകളായ ജസ്നമോൾക്കും തുല്യാവകാശത്തോടെ അനുഭവിക്കാനും ക്രയവിക്രയം നടത്താനും പൂർണ്ണാവകാശം ഉണ്ടായിരിക്കും. കുമളി സഹകരണ ബാങ്കിൽ എന്റെ അക്കൗണ്ടിലുള്ള പെൻഷൻ തുകയും സ്ഥിര നിക്ഷേപ തുകയും എന്റെ കാലശേഷം എന്റെ മൂത്ത മകളായ സിസ്റ്റർ സാറാമ്മയ്ക്ക് ഭാവിയിൽ കന്യാസ്ത്രീ പട്ടം ഉപേക്ഷിക്കേണ്ടി വന്നാൽ മേൽത്തുക ജീവിതോപായത്തിനായി ഉപയോഗിപ്പാൻ സാറാമ്മയ്ക്ക് തനിച്ച് അവകാശം ഉണ്ടായിരിക്കും. തീർന്നില്ല. എന്റെ സ്വന്തം അധ്വാനത്തിൽ ഞാൻ വാങ്ങിക്കുകയും കൈവശം വെച്ചിരിക്കുകയും ചെയ്ത അണക്കര 10 മുറി ദേശത്തുള്ള 3.5 സെന്റ് പറമ്പ് എന്റെ കാലശേഷം
വലിയ വീട്ടിൽ അപ്പു വൈദ്യരുടെ മകൾ സാവിത്രിക്ക് സ്വതന്ത്ര അവകാശത്തോടെ അനുഭവിപ്പാൻ പൂർണ്ണാവകാശമുണ്ടായിരിക്കും. മോളി ഏതായി സ്ഥലം? അതാണ് ഇവിടുത്തെ കാര്യം. ആ പെണ്ണുപിള്ള ഏതാ പറയിച്ചായ? ഇതൊക്കെ പുറത്താവുന്നുണ്ട് കേട്ടോ. നോട്ടി ബോയ്. എനിക്കറിയാവൂ ആരാ കൊച്ചാപ്പനാണല്ലോ എന്നിട്ട് ഇത് സാക്ഷി ഒപ്പിട്ടിരിക്കുന്നേ. മോളെ അച്ചായൻ പറഞ്ഞ് ഒപ്പിട്ട് കൊടുക്കാന്നല്ലാതെ എനിക്ക് ചോദിക്കാൻ പറ്റും. സത്യം പറ, ഇടിച്ചാൻ എത്ര കിട്ടിയിട്ടുണ്ട്? ഒരു കീറുവച്ചതാണ്. കൊച്ചാപ്പൻ എന്നോട് നേരത്തെ പറഞ്ഞല്ലോ, കൊച്ചാപ്പന് ചാച്ചനെ പറ്റി എല്ലാം അറിയാം. ആരാ കൊച്ചാപ്പ ഈ വലിയ വീട്ടിൽ സാവിത്രി? കൊച്ചുകുഞ്ഞെ നിനക്കറിയാമെങ്കിൽ പറഞ്ഞു കൊടുക്കും. എനിക്ക് അതാ ഞാനും ചോദിക്കുന്നത്, ആരാ ഈ വലിയ വീട്ടിൽ സാവിത്രി? വലിയ വീട്ടിൽ സമ്പത്ത്. അതാണ് നമുക്ക് പരിചയമുള്ള ആരോടെ വലിയ വീട്ടിൽ. സാവിത്രി വലിയ വീട്ടിൽ ഒരു വെള്ള പെയിന്റ് അടിച്ച വീടാണ്. അതെനിക്ക് ഉറപ്പാണ്. ഇന്നോ ഇന്നലെ കണ്ടതാണ്. നമുക്ക് പരിചയമുള്ള ആരുടെ വീടാണ്. ആളെ കിട്ടി എന്താടാ സമ്പത്ത് മേലയില്ലേ? എന്താണ് കിടന്ന് കൂയിക്കൊണ്ടിരിക്കണേ? ഒരു പ്രശ്നമുണ്ട്. സമ്പത്തെ നിന്റെ വലിയ വീടാണോ? എന്റെ അമ്മാര് പറഞ്ഞ വലിയ വീടല്ലോ. ഞങ്ങളല്ല, അതല്ല, അപ്പുറത്ത് വീട്ടൊരു ചെറിയ കൺഫ്യൂഷൻ. അപ്പം അവരിങ്ങോട്ട് സംസാരിക്കാൻ പറ്റില്ല. നീ കൂളായിട്ട് ഒന്ന് ഡീൽ ചെയ്താൽ മതി. വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഞാൻ ചോദിച്ചോളാം. അതെ, ഈ വലിയ വീട്ടിൽ സാവിത്രി ഇവിടുത്തെ അമ്മയല്ലേ? ആണെങ്കിൽ ഒരു കാര്യം ചോദിച്ചറിയാനായിരുന്നു. ഒന്ന് കുടിക്കാവൂ? അമ്മ ഉറങ്ങാണ്. അമ്മ എന്തിനാണ്? അതൊക്കെ പറയാം. ചിലപ്പോ തെറ്റിദ്ധാരണയായിരിക്കാം. എന്നാലും ഒന്ന് ഉറപ്പിക്കാനാ. ഒന്ന് വിളിക്കാവൂ? എടി പോയി അമ്മ വിളിക്കും പോലെ. ഈ കണ്ടവരുടെ വാക്കേട്ട് വിളിക്കേണ്ട ആവശ്യം നിർത്ത്. എന്റെ വീട്ടിൽ ഉള്ളവർക്കാണെങ്കിലും നിങ്ങൾ ഇവിടുത്തെ വേളമുണ്ടാക്കിട്ട് എന്നാ കാര്യം? വരട്ടെ, വന്നിട്ട് ചോദിച്ചിട്ട് എന്നാന്ന് വെച്ച് ചെയ്യാം. ഇവിടെ പാതിരാത്രി എന്നെ അമ്മ വിളിച്ചടിപ്പിക്കണേ ഒറ്റ മോനെ വേണ്ടാത്ത പറയില്ലേട്ടാ. വേണ്ടാത്ത വർത്തമാനം നല്ലത്. എന്റെ പെങ്ങളെ വേണ്ടാത്ത ഓർത്താനൊന്നുമല്ല. വരട്ടെ. അരിഷ്ടം കുടിച്ച് ഓഫ് ആയതായിരിക്കും. എടാ എടാ എന്തു പറ്റി? അമ്മേ അമ്മ അമ്മേ അമ്മേ അമ്മമ്മേ അമ്മേ കണ്ണൂർന്നേ. അമ്മ കണ്ണൂർന്നേ. എടാ കണ്ണൂർക്കുന്നില്ലടാ. അമ്മേ ഒന്ന് നോക്കിയടാ. അമ്മേ ഒന്നും മിണ്ടണില്ലല്ലോ. അമ്മേ പോയി കളഞ്ഞല്ലോടാ. അമ്മേ അമ്മേ അതെ, ചാച്ചന്റെ പടമാണത്. ഒന്ന് പോരെ, നീ വായിച്ച. ആയിരത്തി 1971 കൽക്കട്ട. മേരി ജാനെമൻ. ഇനി ഞാൻ നിന്നെ അങ്ങനെ വിളിക്കുന്നത് ശരിയാണോന്ന് എനിക്കറിയില്ല. നിനക്ക് സുഖമാണെന്ന് കരുതുന്നു. ഇവിടെ സുഖം. ഈ കത്ത് നിന്നിലെത്തുമ്പോഴേക്കും
നിന്റെ വിവാഹം കഴിഞ്ഞിരിക്കാം. അതിൽ നീ നിസ്സഹായാണെന്നും എനിക്കറിയാം. നമ്മൾ ജനിച്ച വീടുകളുടെയും തുടരുന്ന വിശ്വാസങ്ങളുടെയും വൈരുദ്ധ്യം നമ്മുടെ ഒത്തുചേരൽ എളുപ്പമാക്കില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പലരും തോറ്റവിടെ ഞാനും തോൽക്കുകയാണ്. ഇതെൻ്റെ അവസാനത്തെ കത്താണ്. താക്കയിൽ കലാപം തുടങ്ങിക്കഴിഞ്ഞു. നാളെ അങ്ങോട്ട് തിരിക്കണമെന്നാണ് ഉത്തരവ്. ഏത് യുദ്ധത്തിലാണ് ഞാൻ പങ്കെടുക്കേണ്ടത്? നമ്മൾ ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയുള്ള യുദ്ധത്തിലോ അല്ല എനിക്കറിയാത്ത ഒരു ജനതയുടെ മുക്തിക്ക് വേണ്ടിയുള്ള യുദ്ധത്തിലോ? എനിക്കറിയില്ല ജാനേമൻ. നമ്മൾ സ്വപ്നം കണ്ട ആ ഭൂമി ഞാൻ വാങ്ങി. നീ പറഞ്ഞ തൈകൾ നട്ടു. ഇനി നമ്മുടെ നടക്കാത്ത സ്വപ്നത്തിൻ്റെ സ്മാരകമായി അതിരിക്കട്ടെ. നീയില്ലാതെ ആ മണ്ണിലേക്ക് ഞാനുമില്ല എന്ന് ഹവീൽദാർ പ്ലാത്തോട്ടത്തിലിട്ടിയവർ. മദ്രാസ് റെജിമെൻറ്റ്, കൽക്കട്ട കണ്ടോൺമെൻറ്റ്. മോനിച്ച, നമുക്കിതിനെപ്പറ്റി പിന്നെ സംസാരിക്കാം. നിങ്ങളിപ്പോൾ ചെല്ലേ. ഇവിടെ ആവശ്യമില്ലാത്തവർക്കൊന്നും പുറത്തേക്ക് വന്നാ ശരി. ഇതൊക്കെ ഉമാർ നമ്പർ ആട്ടോ. എന്നതൊക്കെയാണോ നിങ്ങൾ കാണിക്കുന്നത്? ജോയമോനെ, ജോയമോനെ, എവിടെ പോയില്ല? അടിയാ? അയ്യോ, എന്തോ സാറമ്മേ, നമുക്ക് നിർത്തണം. വീട് കിടക്കുന്നത് എനിക്ക് വയ്യ.